മഴ തോറും മുൻപേ എന്ന പരമ്പരയിൽ രേവതിക്കുട്ടിയെ വീട്ടുജോലിക്ക് വേണ്ടി ഗ്രേസമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. കർക്കശക്കാരിയായ ഒരു സ്ത്രീയുടെ കഥാപാത്രം കൂടിയായിരുന്നു അവരുടേത്. ഗ്രേസമ്മ എന്നായിരുന്നു ഈ കഥാപാത്രത്തിന്റെ പരമ്പരയിലെ പേരും. ഈ കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം. ഗ്രേസമ്മ എന്ന കഥാപാത്രത്തെ മഴ തോറും മുൻപേ എന്ന പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് നടി മനീഷ KS ആണ്. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന തട്ടിമുട്ടിയും എന്ന പരമ്പരയിലൂടെ ആദി എന്ന കഥാപാത്രത്തിന്റെ അമ്മയായിട്ടാണ് മനീഷ കൂടുതലും ശ്രദ്ധ നേടിയത്. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായിട്ട് പിന്നീട് ഒരുപാട് നല്ല കഥാപാത്രങ്ങളാണ് മനീഷയെ തേടിയെത്തിയതും. ഇന്ന് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ മനീഷ ഇപ്പോൾ നിലവിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മഴ തോറും മുൻപേ എന്ന പരമ്പരയിലെ വില്ലത്തി കഥാപാത്രമായി ആളുകൾ പ്രതീക്ഷിച്ച ഗ്രേസമ്മ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ആരോരുമില്ലാതെ രേവതിക്കുട്ടിയെ വീട്ടിലെ ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഗ്രേസമ്മ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഒരു അനാഥാലയത്തിൽ നിന്നുമായിരുന്നു ആ കുഞ്ഞിനെ കൊണ്ടുപോയത്. എന്നാൽ വീട്ടിലേക്ക് കൊണ്ടുപോയതിന് ശേഷം രേവതിക്കുട്ടിയെ സ്വന്തം മകളായി തന്നെയാണ് ഗ്രേസമ്മയും ഭർത്താവും കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ചുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് മഴ തോറും മുൻപേ എന്ന പരമ്പര ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നതും. രേവതിക്കുട്ടിക്ക് ഇനി സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയായിരിക്കും. അതേസമയം ഗ്രേസമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മനീഷ KS പഠിച്ചതും വളർന്നതുമെല്ലാം തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. തൃശ്ശൂരിലെ പേരമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് മനീഷ ജനിച്ചതും വളർന്നതുമെല്ലാം. പ്രാഥമിക മാതാപിതാക്കളൊക്കെ തന്നെയും ജോലിക്കാരായതുകൊണ്ട് തന്നെ പഠിച്ചതെല്ലാം വിവിധ സ്കൂളുകളിൽ വെച്ചാണ്. എങ്കിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം പഠിച്ചത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു കോളേജിൽ നിന്നുമാണ്. മികച്ച നടി എന്നുള്ളതിലുപരി നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും പാട്ടുകാരിയും കൂടിയാണ് മനീഷ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയമോഹം ഉള്ളിൽ കൊണ്ടു നടന്ന മനീഷ മിമിക്രി രംഗത്തും സംഗീത രംഗത്തും നൃത്തരംഗത്തൊക്കെ തന്നെയും സജീവ സാന്നിധ്യമായി സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ സജീവമായി പ്രവർത്തിക്കുകയും മത്സരങ്ങളിലൊക്കെ തന്നെയും വിജയം കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. മോഡലിംഗിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് മനീഷ ചുവട് വച്ചത്. യേശുദാസ് ഉൾപ്പെടെയുള്ള പ്രശസ്തരായ ഗായകന്മാരുടെ കൂടെയൊക്കെ തന്നെയും സംഗീതം ആലപിച്ചിട്ടുണ്ട്. അതിലുപരി മലയാളത്തിൽ മാത്രമായി 30-ലധികം സിനിമകളിലാണ് ഭക്തിഗാനങ്ങൾ ഉൾപ്പെടെ പാടിയിട്ടുള്ളത്. ഒരു തവണ മികച്ച സംഗീത നാടക അക്കാദമിയുടെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് വരെ മനീഷ കരസ്ഥമാക്കിയിട്ടുണ്ട്. ദുബായിലായിരുന്നു ഇത്രനാളും താമസം. ഇപ്പോൾ നാട്ടിലേക്ക് വന്ന് കുടുംബത്തോടൊപ്പം സന്തുഷ്ടകരമായ ജീവിതം കൂടെ നയിച്ചു വരുന്ന മനീഷയെ നിങ്ങൾക്കിഷ്ടമാണോ? അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.